ഹായ് ഫ്രണ്ട്സ്, അപ്പം കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും, ക്ഷമിച്ചേക്കാം. എങ്ങനെ തുടങ്ങണം, എങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ എന്നാലും നമ്മൾ തുടങ്ങിയിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണ്ടന്റൊന്നും അല്ല. നിങ്ങൾ എന്റെ കോലം കണ്ടില്ലേ, താണൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് വൃത്തിയാക്കണം. എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവന് ഒന്ന് മുടി വെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി, അവൻ്റെ കൂടെ പോകുമ്പോൾ ഞാനും എന്തായാലും അങ്ങ് വെട്ടാം. അങ്ങനെയാണ് ഈ രൂപം മാറ്റാനുള്ള ഒരു ഐഡിയ വന്നത്. ഇപ്പൊ ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഒന്ന് സൈഡ് ഒന്ന് കുറയ്ക്കണം. ഞാൻ കുറച്ചതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ലേ? വെരി ഗുഡ്. ഏത്? അപ്പൊ ഇതൊന്ന് കുറയ്ക്കണം. പിന്നെ ഇവിടെ കുറച്ച് ഒരു മുള്ളറ്റ് പോലെയൊക്കെ ഒന്ന് അത്യാവശ്യം എത്തണം. പിന്നെ ഈ താടി മാറ്റിയിട്ട് ഒന്ന് ഇറ്റാലിയൻ ബിയേഡ് പോലെ വെക്കണം. ഇറ്റാലിയൻ ബിയേഡ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് അതാണ് ഓർമ്മ പറഞ്ഞത്. അതുപോലെയൊക്കെ ആവാതിരുന്ന എനിക്ക് അത്രയും നല്ലത്. എന്താവും കണ്ടറിയാം. പിന്നെ ഇന്ന് നമ്മൾ മുടി വെട്ടണമെന്ന് മാത്രമല്ല, നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, വേറൊരാൾ വരാനുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് വേണം. ആദ്യം പോയി നമുക്ക് മറ്റവനൊന്ന് പൊക്കി തരാം. എന്താ ഇത് യേശു ക്രിസ്തു ആയാലേ? വർഷക്ക് മുടി വെട്ടൊരു സൈഡ് തന്നെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇവനെയാണ് ഇനി മുടി വെട്ടാൻ കൊണ്ടുപോവാ. ഇവന് വെട്ടണം, എനിക്കും വെട്ടണം. നമ്മള് കടയിൽ വന്നപ്പോ കട തുറന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ച് എന്തായാലും ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരാൾ വരാനുണ്ടെന്ന്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്ത്, ഇപ്പൊ ഞാൻ നിൽക്കണം പേട്ടയിലാണ്, പേട്ടയുടെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ഷോപ്പുണ്ട്. അപ്പൊ ഇനി അവിടെ പോയി ഒന്ന് മുടി വെട്ടിയാലെന്ന് ആലോചിക്കുകയാണ്. എന്തായാലും അയാൾ പറഞ്ഞ സമയത്തിന് നമുക്ക് മാച്ച് ആയിരിക്കും. നമുക്ക് എന്നാ നേരെ ആ കടയിലോട്ട് അങ്ങ് വിടാം. അങ്ങനെ നമ്മള് വേറൊരു കടയിലെത്തി. അപ്പൊ നമ്മള് മുടി വെട്ടാൻ വേണ്ടി കടയിൽ വന്നിട്ടുണ്ട്. എന്താ അവസ്ഥയാവുന്ന സെറ്റാക്കുമല്ലോ. Run. അപ്പൊ നമ്മള് മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയടാ. ഇവനെ കണ്ട ഇങ്ങനെ കാണുമ്പോ ലുക്കുണ്ട്, ഇങ്ങനെ കാണുമ്പോ ലുക്കാണ്. പക്ഷെ ആ മുടിയൊന്ന് മാറ്റിയാണ്, അതെ 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 അതെ. പൊന്നോ, അത് തന്നെ. അങ്ങനെ പുള്ളി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മള് എന്തോന്നാണ് ഇങ്ങേർക്ക് ഇതാണ് തന്റെ പീറ്റി. ഹായ് പറ. ഇന്ന് ചീറ്റ് ഡേ. ചീറ്റ് ഡേ അല്ല, ചീറ്റ് മീൽ. ചീറ്റ് മീൽ ഡേ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം കിട്ടുമായിരുന്നു. ഒറ്റ മീലിനൊക്കെ നമ്മളിപ്പോ ഒരു രണ്ടാഴ്ച 3 ആഴ്ച എന്തോ കഴിഞ്ഞു. അപ്പം 3 ആഴ്ച കഴിഞ്ഞതുകൊണ്ട് ശരി, ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു മീൽ എടുക്ക. ഇന്നലെ എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി രാത്രി സർബത്ത് കുടിച്ചിരിക്കണ്. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത നമ്മള് ബർഗർ കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കണ. അപ്പൊ കടയുടെ പേര് തോന്നുന്നു. അങ്ങനെ നമ്മള് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് മെനു കൊണ്ടുവന്നു. വെറുതെ മറച്ച് കാണിക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു കെട്ടിന് ബുക്ക് കൊണ്ട് നമുക്ക് അതിനെ പറ്റി ഒരു പിടുത്തമില്ലേ. എന്തത് പറയണമെന്ന് പറഞ്ഞോളാം. നോക്കട്ടെ, അങ്ങനെ ബാത്റൂമിൽ പോയിരിക്കണം. ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. ഞാൻ ഒന്ന് ആംബിയൻസ് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടോ കട കണ്ടിട്ട്? അങ്ങനെ ഉണ്ട്. ഉണ്ടല്ലോ, സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ ഉണ്ട്.
ചിക്കൻ ബർഗർ, പുൾഡ് ബീഫ്. പുൾഡ് ബീഫ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രിസ്ക്കറ്റ് വെച്ചുള്ള അല്ല, ആദ്യം പറഞ്ഞത് ഡയറ്റ്. നമ്മള് ഓർഡർ ഒന്നും പറഞ്ഞില്ല, ബുക്ക് നോക്കിയിട്ട് നമ്മളെല്ലാം കൺഫ്യൂഷനാണ്. അപ്പം അവര് വരാന്ന് വിചാരിച്ചോണ്ടിരിക്കണം. അവര് വരുമ്പം അവരുടെ തന്നെ ചോദിക്കാം നിങ്ങളെ ബെസ്റ്റ് സാധനം ഏതാണെന്ന്. അപ്പൊ അവരെന്തെങ്കിലും പറയും, നമ്മള് തലയാട്ടി അങ്ങ് വിടും. ആര് വരില്ലേ, നമ്മള് വല്ല ബെല്ലും അല്ലേ അടിക്കണോ? വരൂ. അങ്ങനെ നമുക്കുള്ള എക്സ്പ്രസോ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാന് ഇത് ഇതിന്റെ കൂടെ ഫ്രീ. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഇതും കൂടെ എടുത്ത് കുടിക്കാന്ന്. ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ. അല്ല, നിങ്ങൾ ഇപ്പൊ കുടിച്ച് കാണിക്കുമല്ലോ നിങ്ങൾ. അപ്പൊ ഞാൻ ഈ സാധനം കുടിക്കാന്ന് വിചാരിക്കും. എക്സ്പ്രസ് ഈ സാധനമല്ല എക്സ്പ്രസ്, ഈ സാധനമല്ല എക്സ്പ്രസ്. കാണുമ്പോൾ ഇത് കട്ടൻ കാപ്പി കുടിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് മധുരയില്ല, ഭയങ്കര കടുപ്പെന്ന് കേൾക്കുമ്പോഴാണ്. ഇത് bacon and cheese. ഇത് ബേക്കനാണ്. ഇത് mushroom sauce. ഇതൊന്ന് പേര് പറഞ്ഞു. ഇത് mushroom sauce. ഇത് bacon and cheese. Very dish. ബർഗർ. നിന്റെ അഭിപ്രായങ്ങളോ പറ. അങ്ങനെയുണ്ട്. നമ്മള് ഇവന്റെ ഇത്രയൊക്കെ പ്രതീക്ഷ. അപ്പൊ ട്രഫിന്റെ ഒരു ബിഗ് ബൈറ്റ്. ഇനി വല്ലപ്പോഴും ബർഗറൊക്കെ കഴിക്കാൻ വല്ലപ്പോഴും തോന്നുന്നു ഇങ്ങോട്ട് വന്നു. ഞാൻ ഇപ്പൊ ഞാൻ നല്ലത് കഴിച്ചില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കഴിച്ചത് വെച്ചിട്ട് നല്ല ബർഗർ, നല്ല ഫ്ലേവർ. ബീഫിന്റെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ തീർത്തിട്ട് വന്ന് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വീഡിയോ ആണ്. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് വേറെ വല്ല വീഡിയോയിൽ കാണാനുള്ള വിശ്വാസത്തിൽ അർജുൻ. ചാറ്റ ബൈ ബൈ.